അപ്പോൾ ഇന്നലെ നമ്മൾ എവിടെ നിർത്തിയ സ്വയംവരം എന്താണ് എന്നുള്ളത് എനിക്ക് പോലും ഓർമ്മയില്ല സത്യത്തിൽ. ഓർമ്മയില്ലേ? സ്വയംവരം എന്താണ് എന്നുള്ളത്, സ്വയംവരം എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഇന്നലത്തെ കഥ അനുസരിച്ചിട്ട് എന്താണ്, ചിത്രാംഗതം മരിച്ചിട്ട് വിചിത്രവീര്യനെ രാജാവാക്കാൻ വേണ്ടി ഭീഷ്മാചാര്യർ നിൽക്കണം. വിചിത്രവീര്യൻ രാജാവായി. അപ്പോൾ വിചിത്രവീര്യനെ കല്യാണം കഴിപ്പിക്കണ്ട. കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്ത്, 3 രാജ്ഞിമാരുണ്ട്, രാജകുമാരിമാരുണ്ടേ. അവരുടെ പേര് എന്തറിയോ? അംബ, അംബിക, അംബാലിക. ഈ 3 രാജകുമാരികൾ കാശി എന്നുള്ള രാജ്യത്തിലെ രാജാവിൻ്റെ മക്കളാണ്. അപ്പോൾ ഈ 3 പേരെയും കല്യാണം കഴിപ്പിക്കാൻ, സ്വയംവരം ചെയ്യാൻ വേണ്ടി കാശിയിലെ രാജാവ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെന്ത് ചെയ്ത്, ഭീഷ്മാചാര്യർ എന്ത് ചെയ്ത് ഇറങ്ങി. ഭീഷ്മാചാര്യർ നേരെ എണീച്ചിട്ട് തേരെടുത്തിട്ട് കാശി രാജ്യത്തേക്ക് പോയി. എന്തിനാ പോയേ? 3 രാജകുമാരിമാരെയും ഭീഷ്മാചാര്യര് തൻ്റെ തേരിൽ കീഴടക്കി തിരിച്ച് ഹസ്തിനപുരത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഹസ്തിനപുരത്ത് കൊണ്ടുവന്നിട്ട് തൻ്റെ അനുജനല്ലേ, അച്ഛൻ ശന്തനുവല്ലേ, ശന്തനുവിൻ്റെ മക്കളല്ലോ ഇവരൊക്കെ. അപ്പോൾ തൻ്റെ അനുജനായ വിചിത്രവീര്യനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി അംബ, അംബിക, അംബാലിക 3 പേരെയും പിടിച്ചോണ്ട് വന്നു, കീഴടക്കി കൊണ്ടുവന്നു. കീഴടക്കി കൊണ്ടുവന്ന ഉടനെ അംബ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ അനുജനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. സാൽവ മഹാരാജാവുമായിട്ട് ഞാൻ ഓൾറെഡി ഇഷ്ടത്തിലാണ്. എനിക്ക് സാൽവ മഹാരാജാവിൻ്റെ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റൂ. അംബികയും അംബാലികയും അപ്പം എന്ത് ചെയ്ത്, അംബികയും അംബാലികേനെയും വിചിത്രവീര്യന് കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ അവർ കുറേ 7 കൊല്ലം സന്തോഷത്തോടെ ജീവിച്ചു. വിചിത്രവീര്യൻ്റെ ഭാര്യ അംബിക, അംബാലിക. അപ്പം നമ്മുടെ കഥയിൽ നമ്മൾ വീണ്ടും നമ്മളൊരു റീക്യാപ്പ് നടത്തുക. റീക്യാപ്പ് എന്ന് വെച്ചാൽ ആദ്യം തൊട്ട് വീണ്ടും പറയാം. ശന്തനുവിന് ആദ്യം ഗംഗയിലുണ്ടായ മകനാണ് ദേവവ്രതൻ. ദേവവ്രതൻ വിവാഹം കഴിക്കില്ല എന്ന് തീരുമാനിച്ചതോടുകൂടി ഭീഷ്മാചാര്യരായി. ശന്തനു മഹാരാജാവ് സത്യവതി എന്ന് പറഞ്ഞ മുക്കുവത്തിനെ കണ്ടിഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിക്കും. കല്യാണം കഴിക്കുമ്പോൾ പറയുന്ന കണ്ടീഷനാണ്, സത്യവതിയുടെ മക്കളാണ് രാജാക്കന്മാരാവേണ്ടത്. അങ്ങനെയുള്ളപ്പോൾ ചിത്രാംഗതനും വിചിത്രവീര്യനും 2 മക്കളാവും, ശന്തനുവിനും സത്യവതിക്കും. അതിൽ മൂത്തയാൾ ചിത്രാംഗതനെ രാജാവാക്കും. ചിത്രാംഗതൻ രാജാവായ ശേഷം എന്ത് പറ്റും, ഒരു യുദ്ധത്തിൽ ചിത്രാംഗതൻ മരിക്കും. അത് കഴിഞ്ഞാൽ വിചിത്രവീര്യൻ്റെ കഥയാണ് ഇപ്പം ഇന്ന് പറഞ്ഞത്. ഓക്കെ, ഓക്കെ തുടരാം. അങ്ങനെയുള്ളപ്പോൾ വിചിത്രവീര്യനെ അംബികയും അംബാലികയും കൂടി കല്യാണം കഴിച്ചു. ഓക്കെ, ഈ പ്രത്യേക സാഹചര്യത്തിൽ വിചിത്രവീര്യനും അംബികയ്ക്കും അംബാലികയ്ക്കും ഇപ്പോൾ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താ പറ്റുക, ഭീഷ്മാചാര്യരോട് പറയും, നമ്മുടെ അടുത്ത തലമുറ ഇതാവണ്ടേ, തുടർന്ന് പോകണ്ടേ, അപ്പോൾ ഇനി കുട്ടികൾ ഉണ്ടായാലേ പറ്റൂ. വിചിത്രവീര്യന് അംബികയിലും അംബാലികയിലും മക്കളുണ്ടായാലല്ലേ അടുത്ത രാജ്യത്തിന് രാജാക്കന്മാരുണ്ടാവുള്ളൂ. അപ്പോൾ
കല്യാണം കഴിക്കാൻ വേണ്ടി, കല്യാണം കഴിക്കുകയല്ല, അംബികയ്ക്കും അംബാലികയ്ക്കും കുട്ടികളുണ്ടാവാൻ വേണ്ടി സത്യവതി ഭീഷ്മാചാര്യരോടും എല്ലാവരോടും പറയും, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്കിങ്ങനെ ഒരു സാഹചര്യം ആയല്ലോ, ഇങ്ങനെ നമ്മുടെ രാജ്യം നമ്മുടെ ഇങ്ങനെ അന്യം നിന്ന് പോവില്ലേ, അങ്ങനെ നമ്മുടെ രാജ്യം ഇങ്ങനെ അന്യം നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറയിൽ ആളുണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് ഈ രാജ്യത്തിനെ ഇങ്ങനെ ആളില്ലാണ്ട് അടുത്ത രാജാവില്ലാതാക്കാൻ പാടില്ലല്ലോ. അപ്പം അതിന് നമുക്ക് എന്താ വഴി കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് ഇവർ ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അങ്ങനെയുള്ളപ്പോൾ വ്യാസമഹർഷിയില്ലേ, വ്യാസമഹർഷിയല്ലേ നമ്മുടെ ഇത് എഴുതിയ വ്യാസമഹർഷിയെ കൊണ്ട് അംബികേനെയും അംബാലികേനെയും കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടികളുണ്ടാവാൻ വേണ്ടി വിചിത്രവീര്യന് മക്കളുണ്ടാവില്ല. അപ്പോൾ തലമുറ തുടരാൻ വേണ്ടി എന്താ ചെയ്യുക, അങ്ങനെ അംബാലികേനെ ഇതാക്കാൻ പറയും. അങ്ങനെ അവർ ഇതായിട്ട് അവർക്ക് 3 മക്കളെ ജനിക്കും. ആദ്യത്തെ മകന് കണ്ണ് കാണില്ല. കണ്ണ് കാണാത്ത ആദ്യത്തെ മകനാണ് ധൃതരാഷ്ട്രൻ. ആരാണ്? ധൃതരാഷ്ട്രൻ. രണ്ടാമത്തെ മകനാണ് പാണ്ഡു. മൂന്നാമത്തെ മകനാണ് വിതുരൻ. അങ്ങനെ 3 മക്കൾ ജനിക്കും. ആർക്കാണ് 3 മക്കൾ ജനിക്കുക? വിചിത്രവീര്യന്റെ മക്കളായിട്ട്, അടുത്ത രാജ്യത്തിന്റെ തലമുറയായിട്ട് ട്ടാ. അംബിക അംബാലിക, അങ്ങനെ 2 രാജ്ഞിമാരുണ്ടാവുമല്ലോ. അങ്ങനെ 2 രാജ്ഞിമാരിൽ അംബാലികയ്ക്ക് ഒരു മകൻ ഉണ്ടാവും. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് കഥകളുണ്ട്. അതൊക്കെ കുഞ്ഞിന് കുറച്ചുകൂടി വലുതാകുമ്പോഴേ വൃത്തിയായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇപ്പം എന്താ മനസ്സിലാക്കേണ്ടത്? ഇപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 3 മക്കളാണ് ഉണ്ടാവുന്നത്. ആരൊക്കെയാണ്? ധൃതരാഷ്ട്രർ, പാണ്ഡു. മൂന്നാമത്തെ ആളാരാണ്? വിതുരൻ. വിതുര. അപ്പൊ 3 മക്കളില് ധൃതരാഷ്ട്രർക്ക് കണ്ണ് കാണില്ല. പാണ്ഡുവിന് ഇതില് ചെറിയ ചെറിയ പാണ്ഡുകൾ പോലെ ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെ 3 കുട്ടികൾ ജനിക്കും. ഓക്കെ. ധൃതരാഷ്ട്ര ഭീഷ്മാചാര്യരുടെ, ധൃതരാഷ്ട്ര മൂത്ത മകനല്ലേ, അപ്പൊ ഭീഷ്മാചാര്യരാണ് രാജ്യം നോക്കുന്നത്. ഭീഷ്മാചാര്യരുടെ മേൽനോട്ടത്തില് രാജ്യം ഇങ്ങനെ വളർന്നുകൊണ്ട് വരികയാണ്. നല്ല ശക്തിയായ രാജ്യമായിട്ട്. ഭീഷ്മർക്ക് നന്നായി കഴിവുണ്ടല്ലോ, അതിബുദ്ധിമാനും അതിശക്തിമാനുമായ രാജാവായിരുന്നു ഭീഷ്മാചാര്യർ. അങ്ങനെയുള്ള സമയത്താണ് ഇതായി. അങ്ങനെ കുറച്ച് കൊല്ലങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഇവരൊക്കെ കുറച്ചുകൂടി വലിയ ആൾക്കാരായി. ആരൊക്കെ? ധൃതരാഷ്ട്രം, പാണ്ഡുവും ഒക്കെ വലുതായി. വലുതായി കഴിഞ്ഞാൽ എന്താ ചെയ്യാ? കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കാൻ വേണ്ടി കല്യാണാലോചന നോക്കി തുടങ്ങി. അങ്ങനെയുള്ളപ്പോഴാണ് ധൃതരാഷ്ട്രം എന്ത് ചെയ്ത്, തൊട്ടടുത്ത് അവിടെ തന്നെ നമ്മൾ മാപ്പിൽ നോക്കി വെച്ചാൽ കാണിച്ചു തരാം കേട്ടോ. ഹിസ്റ്റോറിക്കൽ മാപ്പ് ഓഫ് ഇന്ത്യ ഉണ്ട്, അതിൽ കാണിച്ചു തരാം. അവിടെ തൊട്ടടുത്തൊരു ഗാന്ധാര പറഞ്ഞൊരു രാജ്യമുണ്ട്. ഗാന്ധാര എന്നുള്ള രാജ്യത്തിന്റെ രാജകുമാരിയാണ് ഗാന്ധാരി. ധൃതരാഷ്ട്രർ ഗാന്ധാരിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണില്ലല്ലോ. ധൃതരാഷ്ട്ര കല്യാണം കഴിക്കാൻ ഗാന്ധാരി തീരുമാനിച്ചപ്പോ എന്ത് ചെയ്ത്, ഗാന്ധാരി എന്ത് ചെയ്ത്, എൻ്റെ ഭർത്താവിന് കണ്ണ് കാണില്ലല്ലോ, അപ്പൊ എനിക്കും കണ്ണ് കാണണ്ടെന്ന് വെച്ച് കറുത്ത തുണി കൊണ്ട് ഗാന്ധാരി തൻ്റെ 2 കണ്ണുകളും കെട്ടി. ഭർത്താവിന് കണ്ണ് കാണില്ല, അതുകൊണ്ട് തനിക്കും കണ്ണ് കാണണ്ട പറഞ്ഞിട്ട് കെട്ടി. അങ്ങനെ
അങ്ങനെ ഇരിക്കുകയാണ്. ഉം. അപ്പോൾ ധൃതരാഷ്ട്രയുടെ ഭാര്യയാണ് ഗാന്ധാരിക്ക് ധൃതരാഷ്ട്ര അനുജനാണ് പാണ്ഡു. ഉം. ധൃതരാഷ്ട്രക്ക് കണ്ണ് ശരിക്ക് കാണാത്തതുകൊണ്ട് എന്ത് ചെയ്തു, പാണ്ഡുവിനെ രാജ്യം ഭരിക്കാൻ ഏൽപ്പിച്ചു. ഉം. ഏ ആ. പാണ്ഡുവിന് 2 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. ആ. പാണ്ഡുവിൻ്റെ ആദ്യത്തെ ഭാര്യയാണ് കുന്തി ദേവി. കുന്തി. ആ. കുന്തി ദേവി. പാണ്ഡുവിൻ്റെ 2ാമത്തെ ഭാര്യയാണ് മാദ്രി. മാദ്രി. ആ ഉം. എന്നിട്ട് അത് സാധാരണ പോലെ പിന്നെയും കൊല്ലങ്ങൾ ഇങ്ങനെ കടന്ന് പോവാണ് കേട്ടാ. ഉം. ഇങ്ങനെയുള്ളപ്പോൾ പാണ്ഡുവിനെ ധൃതരാഷ്ട്രക്ക് തനിക്ക് കണ്ണ് കാണാത്ത ഒരാൾക്ക് ശരിക്കും രാജ്യം ഭരിക്കാൻ പറ്റില്ലല്ലോ. ആ. മറ്റു രാജാക്കന്മാരൊക്കെ യുദ്ധത്തിന് വരും, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുള്ളത് കൊണ്ട് പാണ്ഡുവിനെ കൊണ്ട് രാജ്യം ഭരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. പാണ്ഡുവിനെ രാജ്യം ഭരിക്കാൻ ഏൽപ്പിച്ചത് എല്ലാവർക്കും അംഗീകരിക്കാനും പറ്റി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണില്ല, അപ്പോൾ പാണ്ഡു ഭരിക്കുകയാണ്. ഉം. പാണ്ഡു നല്ലൊരു രാജാവായി ഭരിക്കാൻ തുടങ്ങി. ആ. അങ്ങനെ കൊല്ലങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഉം. ഒരു ദിവസം എന്ത് ചെയ്തേ, ഒരു ദിവസം ഇങ്ങനെ നായാട്ടിന് പോകണത് എന്തിനാണ് അത് നേരത്തെ പറഞ്ഞു തന്നിട്ടില്ലേ? പണ്ട് ശന്തനു നായാട്ടിന് പോയ കഥ അച്ഛൻ പറഞ്ഞു തന്നിട്ടില്ലേ? പണ്ടൊരു കാലത്ത് ശന്തനു നായാട്ടിന് പോയ കഥ അച്ഛൻ പറഞ്ഞു തന്നില്ലേ? ആ. അതേപോലെ ഇപ്പൊ പാണ്ഡു കുറെ കൊല്ലങ്ങൾക്ക് ശേഷം പാണ്ഡു നായാട്ടിന് പോയി ഒരു ദിവസം. ആ. അങ്ങനെ പാണ്ഡു നായാട്ടിന് പോയ സമയത്ത് ഒരു സുന്ദരിയായ ഒരു മാൻകുട്ടീനെ പാണ്ഡു കൊന്നു. ആ. ഏ ആ. അങ്ങനെ കൊന്ന സമയത്ത് മാനിനെ കൊന്നില്ലേ? മാന് ഇങ്ങനെ ചാവാരാകുമ്പോൾ മാന് ദേഷ്യം വന്നിട്ട് മാൻ എന്ത് ചെയ്ത്, മാനൊരു ശാപം കൊടുത്തു. എന്തായിരുന്നു ശാപം? അറിയില്ല. ആ പാണ്ഡു രാജാവ് ഭാര്യയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ മരിക്കും, കൊല്ലപ്പെടും. അങ്ങനെ ഒരു ശാപം കൊടുത്തു. അങ്ങനെ പാണ്ഡുവിന് മക്കളുണ്ടാവും. അങ്ങനെ പോകുമ്പോ കുന്തി ദേവിക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ടായിരുന്നു പണ്ടൊരു കാലത്തെ. ദുർവാസാവ് പറഞ്ഞിട്ടൊരു മഹർഷി ഉണ്ട്. ദുർവാസാവ് എന്ന് പറയുന്ന മഹർഷി വളരെ ഫേമസ് ആണ്. എന്തിനറിയോ? ദുർവാസാവ് ആരാന്നറിയോ നിനക്ക്? ദുർവാസാവ് ആരാന്നുള്ളത് തൊട്ട് നാളെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ദുർവാസാവിനെ കുറിച്ച് സംസാരിക്കാം കേട്ടാ. ഇപ്പം നമുക്ക് തൽക്കാലം എന്താ ചെയ്യേണ്ട, കുന്തി ദേവിയിലെത്തി നിൽക്കേണ്ട കഥ. ഓക്കെ.